അടിക്കാൻ പോവാ? ചായ കുടിക്കാൻ പോവാ? ഇണീക്ക്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങളൊരു സർപ്രൈസ് വീഡിയോ ആയിട്ടോ വന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവർക്ക് ഈ സർപ്രൈസ് കൊടുക്കലേ പണിയുള്ളൂ, വേറെ ഒരു പണിയില്ലല്ലേ? സംഭവം ഈ സർപ്രൈസ് കൊടുക്കാൻ എനിക്കും ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ്. അത് കിട്ടാനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സർപ്രൈസ് ഒക്കെ കൊടുത്ത് നൈസായിട്ടെങ്കിൽ ജീവിച്ചു പോന്നു. അപ്പോൾ ഒരുപാട് ലേഖടിപ്പിക്കേണ്ട നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സനുവേട്ടൻ്റെ ബർത്ത്ഡേ വരുന്നത് സെപ്റ്റംബർ 21 ആണ്. പക്ഷെ ആ ടൈമിൽ ഏട്ടൻ നാട്ടിലുണ്ടാവില്ല. അപ്പോൾ എനിക്ക് സർപ്രൈസ് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഓഗസ്റ്റിൽ നാട്ടിൽ വന്നപ്പോൾ ആ സർപ്രൈസ് അങ്ങ് കൊടുക്കാമെന്ന് ഞാൻ ഓർത്തു. രാത്രി ഒരു 11 മണിയായപ്പം ഏട്ടനെ കുത്തിപ്പൊക്കി ഞാൻ എണീപ്പിച്ചു. എന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. ഏട്ടനൊരു ചായയും ഞാനൊരു ബൂസ്റ്റും പിന്നെ കുറച്ച് കാടൻ മുട്ടയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞങ്ങൾ ഹാർബറിൻ്റെ അടുത്ത് പോയി. ഞങ്ങളൊരു സ്ഥിരം സ്പോട്ട് ഉണ്ട് കേട്ടോ. ഞങ്ങൾ അധികവും നൈറ്റ് അവിടെയാണ് ഇരിക്കാറല്ല, ഏട്ടന് അധികം എൻ്റെ മടിയിൽ കിടക്കാറാണ് ചെയ്യാറ്. അത്രയും നല്ല കാറ്റും നല്ല നിലാവൊക്കെ ഉണ്ടാവാറുണ്ട് സാധാരണ. പക്ഷേ ഇപ്പം മഴക്കാറുള്ളത് കാരണം നിലാവൊന്നും അത്ര ഉണ്ടായിരുന്നില്ല. കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് അടിപൊളിയായിരുന്നു. പിന്നെ സർപ്രൈസിന് വേണ്ടിയിട്ട് ഞാനും ഏട്ടനും കൂടെ ബൈപ്പാസിൽ വന്നു. സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ കാണുന്ന റെഡ് കാറില്ലേ, അതിനകത്താണ് എൻ്റെ കസിൻസ് ഉള്ളത്. കാറിൻ്റെ ഡിക്കിയിൽ ഹാപ്പി ബർത്ത്ഡേ, ബലൂൺസ്, അങ്ങനെ കുറച്ച് ഡെക്കറേഷൻസും ഒരു കേക്കും ഇരിപ്പുണ്ട്. പക്ഷേ ഏട്ടന് മനസ്സിലായിട്ടില്ല എന്താ സംഗതി എന്നൊന്നും. കാറ് നേരെ ഞങ്ങളെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി. എന്നിട്ട് അതിനകത്തുനിന്ന് എൻ്റെ കസിൻസ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് ഏട്ടന് സംഗതി മനസ്സിലായത്. റിച്ചേട്ടൻ, സച്ചു, ആമി, അഞ്ചേച്ചി, റിച്ചുവേട്ടൻ, മിലു എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ കാറിൽ. അപ്പൂട്ടനും ഉണ്ടാവുമായിരുന്നു. പക്ഷേ അപ്പൂട്ടന് പെട്ടെന്ന് ജോലിയുടെ എന്തോ ആവശ്യത്തിന് പോകേണ്ടി വന്നതുകൊണ്ടാണ് ഏട്ടനില്ലാതായിപ്പോയത്. അല്ലെങ്കിൽ ഏട്ടനും ഉണ്ടാവുമായിരുന്നു. പിന്നെ എല്ലാവരും ഏട്ടനെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് വിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ ബർത്ത്ഡേ എന്നല്ല. പക്ഷേ ഞാൻ പറഞ്ഞ് ഇത് അന്ന് തരാനുള്ളതാണ്, പക്ഷെ ഞാൻ ഇന്നേ തരുവാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു സർപ്രൈസ്? അടിപൊളിയായിണ്ടായിരുന്നു. തീരെ പ്രതീക്ഷയില്ല ഇങ്ങനൊരു ടൈമിൽ ഇതേപോലൊരു സർപ്രൈസ്. ഇതുവരെ ഇങ്ങനത്തെ ഒരു സർപ്രൈസ് എനിക്ക് കിട്ടിയിട്ടുമില്ല. ഓക്കെ, എന്തായാലും താങ്ക് യു. എന്തായാലും ഈ മുന്നോട്ട് വന്ന് എനിക്ക് ഇതേപോലെ കുറേ സർപ്രൈസ് തരാൻ പറ്റട്ടെ. പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ എന്തായാലും ഉണ്ട്. അതുകൊണ്ട് മുന്നോട്ട് ഇനി കുറേ ഇതേപോലെ തന്നെ സർപ്രൈസ് പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്നു. പക്ഷേ ട്വിസ്റ്റ് ഇതല്ല. അപ്പം നിങ്ങൾ ചിന്തിക്കുക ഇവൾക്ക് ഇതിന് മാത്രം ട്വിസ്റ്റ് ഇത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന്. സർപ്രൈസ് ഇതൊന്നുമല്ല, വേറൊരു സാധനമാണ്. നമുക്ക് ആ വീഡിയോ തന്നെ കാണാം. ഞാൻ പറഞ്ഞത് ശരിയാവില്ല. മിലൂസിന് കേക്കൊക്കെ കൊടുത്തു. പക്ഷേ ഏട്ടനെ കണ്ടപ്പോൾ ആൾക്ക് കുറച്ച് നാണമൊക്കെ വന്നു കേട്ടോ. കാരണം വീഡിയോ കോളിൽ മാത്രമാണ് അധികം കാണുന്നത്, നേരിട്ട് അത്ര കാണുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ നാണമൊക്കെ ഉണ്ട് മൂപ്പരുടെ മുഖത്ത്. ഇനിയാണ് ഗൈസ് എൻ്റെ സർപ്രൈസ്. ചെറിയൊരു സർപ്രൈസാണ്, പക്ഷേ ഏട്ടന് ഇഷ്ടമുള്ളൊരു കാര്യമാണെന്ന് എനിക്കറിയാം. എന്നോട് ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല, ബട്ട് അത് ഒരുപാട് ഏട്ടന് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എല്ലാ പ്രാവശ്യവും വാങ്ങിക്കണമെന്ന് വിചാരിക്കും. പക്ഷേ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലാത്തത് കൊണ്ട് കുറച്ച് നീണ്ടു പോയി. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ടോപ്പ് ഫോമിലേക്ക് വിട്ടു. നമ്മൾ ചായ കുടിച്ചില്ലേ, അതേ സ്പോട്ട് തന്നെ. വേറെ എവിടെയും കട തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആണെങ്കിൽ വീഡിയോ എടുക്കാനും മറന്നുപോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.